പൊന്നുവെച്ചാ ഇറങ്ങി വാ, യൂണിഫോം എടുക്കാൻ പോവാ നമ്മള്. വാ അങ്ങോട്ടെ. എന്താ ഷോ നോക്കട്ടെ. ചിരി വരുന്നു സുവച്ചന്. ഇനി മുതല് യൂണിഫോം ഇട്ട് പോണം കേട്ടോ. നന്ദിന്റെ ഫ്രണ്ടാണത്. എന്റെ ഫ്രണ്ടിന്റെ പേരെന്താ? അത് ദേവനന്ദ. മോന്റെ പേരെന്താ? കേട്ടില്ല. ഹൃദയോ? ഹൃദയാണോ? ഹൃദയ്. ആ നന്ദ, ഇത് ഫ്രണ്ടാ? ഇന്നൊന്ന് ഷെയ്ക്കൻ്റെ കൊടുക്ക്. കണ്ടിട്ടെന്താ മിണ്ടാത്തെ? ഈ ദേവനന്ദ ദേവനന്ദ എങ്ങനെയാ ക്ലാസ്സില്? നല്ല കുട്ടിയാണോ? ആണോ? പോട്ടെ പോട്ടെ. ഇന്റെ നന്ദക്കുട്ടീനെ നോക്കണം കേട്ടോ. നോക്കൂലേ? ആ ഈ ഹൃദയക്കുട്ടീനെ നോക്കണം കേട്ടോ. ആ സ്നാനായി നന്ദയ്ക്ക്. ബൈ. നന്ദേ, എന്റെ ഫ്രണ്ടിനൊക്കെ കാണാൻ തുടങ്ങിയില്ലേ? ഇനിയും കൊറേ ഫ്രണ്ട്സ് ഉണ്ടോ? ഇനിയും കൊറേ ഫ്രണ്ട്സ് ഉണ്ടോ? ഇനി എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഈ കുട്ടീനെയാണോ നീ ഫ്രണ്ടാണെന്ന് പറഞ്ഞത്? നന്ദക്കുട്ടി പറഞ്ഞാണ് ഗേൾസ് ആണോ ബോയ്സ് ആണോ ഫ്രണ്ട് എന്ന് ചോദിച്ചപ്പോ ഓക്ക് ബോയ്സിനെയാണ് ഇത്ര ഇഷ്ടപ്പെട്ടത് ഫ്രണ്ട്സ് ആയിട്ട് അല്ലേ? അത് ആയൊക്കെ ഉള്ളോണ്ടാ? എന്താ സുഖം, ഓരോരുത്തരുടെ സുഖം നോക്കിയേ. എവിടെയെങ്കിലും കുട്ടി കൂടി ഒരു ഇടി കൊടുക്ക്, നല്ലൊരു ഇടി കൊടുക്ക്. എന്ത് സർവീസാണ് എന്താ? എന്റെ മോള് വാങ്ങിച്ചു പൈസ കൊണ്ട് എല്ലാം എനിക്ക് വാങ്ങിച്ചു. സുഭാഷ് ചേട്ടനോട് ഞാൻ എന്തോ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പം ഒന്നും വാങ്ങിച്ചു തരൂല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് നന്ദ പറയുകയാണ്, ഈ അമ്മയ്ക്ക് ഞാൻ എല്ലാം വാങ്ങിച്ചു തരും, കുഞ്ചിയിലുള്ള പൈസ കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ എല്ലാം വാങ്ങിച്ചു തരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുഞ്ചിയിലെ പൈസ ഒക്കെ എനിക്കാണോ? അതെന്തിനാ? കൊഞ്ഞിമീൻ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടോ? ആ വാങ്ങിക്കാം. എന്താ ഇവിടെ ഒരു മധുരമുള്ള സാധനം ഉണ്ട്. ഇതൊന്ന് കടിച്ചു. നല്ല മധുര, ചെറിയാണ്. മധുരമുള്ള ചെറിയാണ്, അടിപൊളിയാണ്. കുരുമുളകോ? പച്ചമുളക്. ആണോ? മിഠായി ആണെന്ന് പറഞ്ഞിട്ട് ആരാ പറ്റിച്ചേ? ആരാ പറ്റിച്ചേ? അമ്മേനെ പറ്റിച്ചോ? അജുമാമനെ പറ്റിച്ചോ? ഞാനല്ല. ഇതെന്താ അറിയോ? പേരക്കയാണ്. പേരക്ക. അത് നമ്മളെ ട്രോളി അല്ല, ഓൾ ആരുടെയോ ട്രോളി എടുത്തതാ. ബില്ലടിക്കാൻ ചെല്ലാം. ഇതും കൂടി ബില്ലടിച്ചോ. നമുക്ക് പോവാറായോ? കമ്മലില്ലടാ, മാലയാണ് ഉള്ളിടാത്തത്. ആ കുഴിഞ്ഞ പോലെ അല്ലേ? അതുകൊണ്ട് ഇന്ന് അച്ഛനാണ് സ്കൂൾ വിട്ടത്, എനിക്ക് ഡ്യൂട്ടി അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഒന്നുമില്ലാത്ത. എവിടെ നമ്മളെ ട്രോളി? എവിടെ? നാളെ വരുന്നുണ്ട്. ഈ എന്താ പറഞ്ഞ? ജിഷ്ണുമാമൻ ഡേഞ്ചറാന്നല്ലേ? ആ, എന്റെ ഫ്രണ്ടിനെ കണ്ട കാര്യം പറഞ്ഞു കൊടുക്ക്. എന്താ പറഞ്ഞു? പോയി ട്രോളി കൊണ്ട് വെക്കുവേണേ. ട്രോളി എവിടെ? ആ പച്ചക്കറീന്റെ സൈഡിലുണ്ടാവും, പോയി നോക്ക്. അവിടെ തെരഞ്ഞു നോക്ക്. ഞാനാണോ തെരഞ്ഞു നോക്കുന്നത്? പിന്നെ നീ എന്തിനാ അവിടെ? ഒരു ഫ്രണ്ട് ഉണ്ട് ഇത്ര സ്കൂളില്. ഞങ്ങള് കണ്ടു ആ ഫ്രണ്ടിനെന്ന്. ആയൊക്കെ ആയിട്ട് ശീലായിട്ടേ.
അവിടെ വന്നോ ഫ്രണ്ട്? വിളിച്ചോണ്ട് ജിഷ്ണുമാമ കാണിച്ചു കൊടുക്കാം. ഉണ്ടോ? ഓരവിടെ ഉണ്ട് ഇത്ര. ആ ദാക്കണ ഫ്രണ്ട് തന്നെ. ഫ്രണ്ട് അവിടെ ഉണ്ട്. പോയി വിളിച്ച് ജിഷ്ണുമാമനെ കാണിച്ചു കൊടുക്കും. ആ ദാക്കണ പിന്നെ ഫ്രണ്ട് ഇവിടെ. ജിഷ്ണുമാമ കണ്ടില്ലേ? ഇതാണ് ഫ്രണ്ട്. രണ്ടാളും ഇവിടെ തന്നെ എത്തിയില്ല. എന്താ ഫ്രണ്ടിനെ പിന്നെ സഫാരി വെച്ച് കണ്ടപ്പോ പിന്നെ ആ ഫ്രണ്ടും നന്ദയും കൂടെ സഫാരി മൊത്തം ഓടിക്കളിയായി. അങ്ങനെ ഫ്രണ്ടിനോട് കുറെ വട്ടം ടാറ്റ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിൽ എത്തുമ്പോ പിന്നെ ഫ്രണ്ടും നന്ദിയും കൂടെ ഉണ്ടാവും. അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞ് ഒക്കെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. നീ വരുന്ന ഞങ്ങളെ കൂടെ? ആ അവിടെ കുറെ ആൾക്കാരുണ്ട് കളിക്കാൻ. ഇല്ല എന്താ കൊണ്ടുപോയാലോ? ഇല്ല ഞാനില്ലാതെ. നീ വരുന്നില്ല? അവല്ല വെറുതെ ലോള് പറഞ്ഞു ഡേഞ്ചറാണ്. എന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് എന്താ സ്കൂള് പോലെയാണ് ഓടിക്കളിക്കുന്നത്? എന്ത് കാര്യം? അതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ എല്ലാരോടും പറയണമെന്നല്ല നീ ഉദ്ദേശിച്ച്? ആരോടൊക്കെയാ പറയണ്ടേ? എല്ലാരും വിളിച്ച് എന്താ പറയണ്ടേ? ആ ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ട് ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് കണ്ടു, ഇവിടെ ഷോപ്പിൽ നിന്ന് കണ്ടു ഒക്കെ പറയണല്ലേ? ഓക്കെ. വീണ്ടും നിന്റെ ഫ്രണ്ട് വീണ്ടും വന്നോ? ഇത് എന്താടാ? എവിടെ തിരിഞ്ഞാലും അന്യുള്ള കാണണേ. ഷോ നന്ദ എന്താലേ? ബൈ. കൊറേ വട്ടം യാത്ര പറഞ്ഞു പോയതല്ലേ ഫ്രണ്ട്? പിന്നെ തിരിച്ചു വന്നല്ലേ? പോന്നാ ഈ ഒരു കാര്യം ചെയ്തോ, ഈ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിക്കോ. ഈ നന്ദേനെ കൊണ്ടുപോവോ? ആ ഇതപ്പ എന്താ എന്ത് ഫ്രണ്ട് അത് നന്ദേനെ കൊണ്ടുപോകില്ലല്ലോ. കൊണ്ടുപോവാനൊന്നും പറ്റൂലല്ലേ നന്ദ തന്നെ? എടാ ഒന്ന് കൊണ്ടുപോടാ നന്ദേനെ വീട്ടിക്ക്. ഒന്ന് വീട്ടിക്ക് കൊണ്ടുപോ, നിങ്ങളെ വീട്ടിക്ക് ഒന്ന് കൊണ്ടുപോടാ പ്ലീസ്. കൊണ്ടുപോടാ പ്ലീസ്. കണ്ട അന്നെ ആരും കൊണ്ടുപോകില്ല. എന്തുവാന്ന് പറഞ്ഞേ? അവൻ എങ്ങനെ പറയാ? എങ്ങനെ പറയാത്? എന്തുവാന്ന് ചോദിക്കുവാൻ. ഒന്ന് കൊണ്ടുപോടാ. എന്റെ കുട്ടീനെ കൊണ്ട് പോയാൽ മതി. ദേവനന്ദേനെ വീട്ടിൽ കൊണ്ടുപോയിക്കോ. വീട്ടിൽ കൊണ്ടുപോയിക്കോ. വീട്ടിൽ കൊണ്ടുപോകണം. ചെല്ലു ചെല്ലു നന്ദ. ഓൻ വിളിക്കുന്നു പോക്കോ. വീട്ടിൽ കൊണ്ടുപോയി ഇന്ന് വീട്ടിൽ നിന്നും കളിക്കാലോ. വാടാന്ന് ചെല്ലു എന്താ? നിന്റെ ഡ്രസ്സ് കീറല്ലേ? പോവണ്ടോ നീയേ? നന്ദ അവന്റെ കൂടെ പോണ്ടോ? ഇവിടെ നോക്കട്ടെ. അവന്റെ കൂടെ പോണ്ടോ? ഇപ്പൊ വരുമോ? പൊളിച്ചിട്ട് പക്ഷെ നന്ദേൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. അവൻ വരുന്ന കരുതി കുറേ നേരം നന്ദോ കാത്തു നിന്നു കേട്ടോ. പക്ഷെ അവർ പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ അവിടെ പോയി ഒന്നും കൂടെ യാത്ര പറഞ്ഞു നന്ദകിൻ്റെ ഒരു സമാധാനത്തിന്. ഫ്രണ്ടിനെ കുറേ കാത്തു നിന്നു അല്ലേ? ഫ്രണ്ട് പോയില്ലേ? എന്താ അപ്പം ശരിക്കും പോയില്ലേ ഫ്രണ്ട്? സാരല്ല കേട്ടോ. ഈ എന്താ തിരയണോ? പോയി ബില്ലടിച്ചവർ പോയി. തെരഞ്ഞ് തെരഞ്ഞ് നോക്കുക കേട്ടോ. അവര് പോയി കൊണ്ടു അതാക്കണ നിന്നെ തെരഞ്ഞ് അങ്ങോട്ട് പോയി. ടാറ്റ പറയുമ്പോ ഇവിടെ മതി. ടാറ്റ പറയാൻ വന്നാ ഞങ്ങള് പോവാണ്. ടാറ്റ ടാറ്റ പറഞ്ഞിട്ട് പോയി പോരും. ടാറ്റ പറയണെന്ന് പറഞ്ഞു പോന്നാ. പറഞ്ഞു ടാറ്റ പറ. ഓക്കെ ബൈ. എത്ര വട്ടം എന്താ ടാറ്റ പറയുന്നത്?
യൂണിഫോം, ബാഗ്, എന്തൊക്കെയാ. അങ്ങനെ ഞങ്ങൾ കുറേ നടത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോണ്ടാണ് തോന്നുന്നു. നന്ദയ്ക്ക് നല്ല ഉറക്കത്തിൻ്റെ മൂടായിരുന്നേ. ഗീത ചേച്ചീൻ്റെ അടുത്ത് മേലെ പോയി സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ വേഗം പൊടിയരിക്കഞ്ഞി ഇട്ട് കഞ്ഞി കൊടുത്തു. കാരണം നല്ല ചുമ ഉണ്ട് ആൾക്ക്. അപ്പോൾ അങ്ങനെ കഞ്ഞിയും കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന കേട്ടോ. വീട്ടിൽ കുറച്ച് നേരം റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ആൾ ഉറങ്ങിപ്പോയിട്ട് ഞാൻ ആളെടുത്ത് കിടത്തി കഴിഞ്ഞപ്പോൾ ആൾ ഉണർന്നു. അപ്പോൾ എന്നോട് പറയുകയാണ് ഇതുവരെ കിടന്ന് ഉറങ്ങണ പോലെ അഭിനയിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഇടുത്തേൽ ആൾ ഉണർന്നു പോയതാണ്. അപ്പോൾ ആൾ എന്നിട്ട് ഞാൻ ഉറങ്ങിന്ന് കരുതി കൊണ്ട് കിടത്തിട്ടോ. എന്നിട്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ആക്കിയേ. അപ്പണ്ട് അയ്യേ പറ്റിച്ചേന്ന്. എന്താ പറഞ്ഞേ? എന്താ അഭിനയതപ്പോ അഭിനയിച്ചേ? ഉറങ്ങീന്നു. ഞാൻ കൊണ്ട് കിടത്തിയപ്പോ ഉണർന്നതാവും അല്ലേ? പിന്നെ എന്നെ പറ്റിച്ചതാ. പോക്കോണം നന്ദ അവിടുന്ന്. സത്യം അല്ലല്ലോ, അമ്മ എടുത്ത് കിടത്തിയപ്പോ ഉണർന്നതല്ലേ? എന്റെ ദൈവമേ, ഇനി ഞാൻ എടുക്കൂല അങ്ങനെ ഉറങ്ങണ കണ്ടാല് കേട്ടോ. ഓടുന്നു, ഈ ഉറങ്ങിപ്പോയത് തന്നെയാ. ഞാൻ കൊണ്ട് കിടത്തിയപ്പോ ഒന്ന് ഉണർന്നതാട്ടത്. അല്ലാതെ ഇത്രയും അഭിനയിക്കാനൊന്നും പറ്റൂല. എന്താ നടക്കാത്തെ? ആണോ? വലിയ കുട്ടി അയക്കുന്ന വേഗം. തല മുട്ടിയോ? മുട്ടിയോ?